Radio Library. Radio Library with RJ Radish. അറബിക് പുസ്തകങ്ങളെ കൂടുതലായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടണം. അറബിക് പുസ്തകങ്ങളിലെ കഥകളും നോവലുകളും അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ നമുക്കൊരു മലയാളിയുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇത് റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയുടെ സമയം. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. ഈ അറബിക് പുസ്തകങ്ങളുടെ ആസ്വാദന കുറിപ്പുകളും അതിന്റെ നിരൂപണങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു സാഹിത്യ പ്രവർത്തകൻ തന്നെയാണ് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത്. വിവർത്തകനും നിരൂപകനും ഡിസൈനറുമായിട്ടുള്ള മജീദ് നാദാപുരം. നമസ്കാരം. റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. വളരെ നന്ദി. പുസ്തകങ്ങളെക്കുറിച്ചും വായനയെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അറബ് ലോകത്തിന് പുസ്തകങ്ങളോടുള്ള ആദരവാണ്. അറബികൾ പുസ്തകത്തോട് വല്ല ആദരവ് കാണിക്കുന്നുണ്ട്. അൽ അറബ് യുഖിന്നൂന ഇഹ്തിറാമൻ അളീമൻ ലിൽ ഖിറാഅത്തി വൽ കിതാബി വയഖ്തബിറൂനഹ അസാസൻ ലിൽ ഇൽമി വൽ മഅരിഫ. വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും അടിസ്ഥാനമായിട്ടാണ് അവർ അതിനെ കണക്കാക്കുന്നത്. അതിന് ഉദാഹരണമായി പ്രശസ്ത കവി അഹ്മദ് ഷൗക്കിയുടെ വരികൾ തന്നെ നമുക്ക് നോക്കാം. അന മൻ ബദ്ദല ബിൽ കുതുബി സിഹാബ ലം അജിദ് ലീ വാഫിയൻ ഇല്ലൽ കിതാബ. കൂട്ടുകാർക്ക് പകരം പുസ്തകങ്ങളെ കൂട്ടുപിടിച്ചവനാണ് ഞാൻ. കാരണം പുസ്തകത്തെ പോലെ വിശ്വസ്തനായ മറ്റൊരു കൂട്ടുകാരനെ എനിക്ക് കണ്ടെത്താനായിട്ടില്ല. അതേപോലെ മുത്തനബിയുടെ 2 വരിയുണ്ട്. അഅ്സു മകാനിൻ ഫിദ്ദുനാ സർജു സാബിഹിൻ ഫഖൈറു ജലീസിൻ ഫിദ്ദമാനി കിതാബു. ഭൂമിയിലെ ഏറ്റവും മഹത്തരമായ ഇടം പാഞ്ഞു പോകുന്ന കുതിരയുടെ പുറത്തിരിക്കുന്ന നിമിഷമാണ്. എന്നാൽ ഈ കാലമത്രയും മനുഷ്യന് കൂട്ടിരിക്കാൻ ലഭിക്കുന്ന ഏറ്റവും നല്ല ചങ്ങാതി ഒരു പുസ്തകമാണ്. ഈ വരികൾ സൂചിപ്പിക്കുന്നത് പോലെ എന്റെ ജീവിതത്തിലും പുസ്തകങ്ങൾ അത്തരമൊരു ചങ്ങാതിയായിരുന്നു. ഇപ്പൊ നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അറബിക് പുസ്തകങ്ങളുടെ നിരൂപണങ്ങളൊക്കെ നമ്മൾ മലയാളത്തിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ അറബിക്കിലേക്ക് ലേഖനങ്ങളും ഒക്കെ എഴുതി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അൽ റയാ ന്യൂസ് പേപ്പറിന്റെ മാഗസിനിൽ. ഈ ഒരു സാഹിത്യയാത്രയെ കുറിച്ച് എന്താണ് പറയാം? എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ശരിക്കും ഈജിപ്ത്, അതുപോലെ ഇറാൻ, സുഡാൻ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിലുള്ള ആൾക്കാർ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ നിരവധി എഴുത്തുകാർക്കിടയിൽ ഒരു മലയാളി എന്ന നിലയിൽ എന്നെയും അവരെ ഉൾപ്പെടുത്തുകയും എന്റെ ലേഖനങ്ങളും സാഹിത്യ നിരൂപണങ്ങളെയും അവർ പരിഗണിക്കുകയും ചെയ്യുന്നു എന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അറബ് വായനക്കാർക്കിടയിൽ എനിക്ക് ലഭിച്ച ഈ ഒരു വലിയ അവസരത്തിന് വഴി തുറന്നു തന്ന പ്രശസ്ത അറബ് എഴുത്തുകാരി സഹ്റ സയ്യിദിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം സഹ്റ സയ്യിദ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ് എനിക്ക് ഒരുപാട് പ്രചോദനം നൽകുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. സഹ്റ സയ്യിദിനെ പറ്റി പറയുകയാണെങ്കിൽ അവര് ഈ കഴിഞ്ഞ ഖത്തർ പുസ്തകമേള ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതില് കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അൽ ഫന്നുൽ ബഹരി ഫി ളിലാലിൽ അശ്രിയ എന്ന അവരുടെ ഒരു പുസ്തകം കഴിഞ്ഞ പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. അതിന്റെ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതേപോലെ ഈ പ്രാവശ്യം അബ്ദുൽ മഷ്മൂം ഖത്തറിന്റെ സാംസ്കാരിക ഇടങ്ങളെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് അബ്ദുൽ മഷ്മൂം. അത് ഈ പ്രാവശ്യമാണ് അത് പ്രകാശനം ചെയ്തത്. ഈ ഒരു 2 പുസ്തകങ്ങളും അതുപോലെ ഒരുപാട് റേഡിയോയിലും അതുപോലെ ഖത്തർ ടിവിയിലൊക്കെ സംസാരിക്കുകയും അവതാരകയൊക്കെ ആയിരിക്കുന്ന സഹ്റ സയ്യിദ് അവരൊരുപാട് നല്ല പ്രോത്സാഹനവും സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് എനിക്ക്. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ അബ്ദുൽ മഷ്മൂം എന്ന് പറയുന്നത് ഖത്തറിന്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും ഇത്രയും ആഴത്തിൽ പ്രതിപാദിക്കുന്ന ഈ പുതിയ കൃതി അവരുടെ എഴുത്തിലെ വൈവിധ്യത്തിന്റെ തെളിവാണ്. അതേപോലെ എന്റെ അറബി ഭാഷ പഠനകാലത്തുള്ള ഒരു അനുഭവം, എനിക്ക് ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ഇപ്പോ ഞാൻ ഇത് പറയുന്നുണ്ട്. അതിൽ എന്നും ഞാൻ ഓർക്കുന്ന പേരുകളിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട പ്രഗത്ഭ പണ്ഡിതനായിരുന്ന മുഹ്യിദ്ദീൻ ആലുവായുടേത്. ഞാൻ പഠിച്ചിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് അവിടെ സ്റ്റൈപ്പൻഡ് കിട്ടും. അപ്പൊ മുഹ്യിദ്ദീൻ ആലുവായുടെ പേരിലാണ് സ്കോളർഷിപ്പ് കിട്ടിക്കൊണ്ട് 2 വർഷം ഞാൻ മുന്നോട്ട് പോയത്. അപ്പൊ അക്കാലത്ത് ഡോക്ടർ മുഹ്യിദ്ദീൻ ആലുവയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹം ഈ അറബ് ലോകത്ത് ഒരുപാട് പത്രങ്ങളിലും അതുപോലെ ഖത്തറിലെ അറബ് പത്രത്തില് അതുപോലെ മജല്ലത്തുൽ അസ്ഹർ, അൽ റിസാല തുടങ്ങിയ പ്രമുഖ അറബ് പ്രസിദ്ധീകരണങ്ങളെല്ലാം അദ്ദേഹം അറബിയിൽ നിരന്തരം എഴുതിയിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം വേറെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ചെമ്മീൻ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബൈറൂനിയുടെ കിതാബുൽ ഹിന്ദ് എന്നുള്ളത് മലയാളത്തിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എന്റെ മനസ്സിൽ വിരിഞ്ഞ വലിയൊരു സ്വപ്നമായിരുന്നു, വെറുതെ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷത്തിനപ്പുറം എന്നെങ്കിലും എനിക്കും ഇതുപോലെ ഏതെങ്കിലും ഒരു അറബി പത്രത്തിൽ അല്ലെങ്കിൽ അറബി മാഗസിലൊക്കെ എഴുതാൻ കഴിയണമെന്നുള്ള ഒരു ആഗ്രഹം അന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം മുഹ്യിദ്ദീൻ ആലുവായുടെ ആ ഒരു അദ്ദേഹത്തിന്റെ പഠനം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരു സമയത്ത്, വർഷങ്ങൾക്ക് ഇപ്പുറം അന്ന് ഞാൻ സ്വപ്നം കണ്ട അതേ മണ്ണിൽ വെച്ച് തന്നെ എഴുത്തുകാർക്കൊപ്പം, അത് അറബി എഴുത്തുകാരോടൊപ്പം അറബിയിൽ എഴുതാനും സംവദിക്കാനുമുള്ള അവസരം എനിക്ക് ലഭിച്ചു എന്നതിൽ ഇന്ന് ഞാൻ ഏറെ അഭിമാനിക്കുന്നു. എന്റെ സാഹിത്യയാത്രയിലെ ഏറ്റവും വലിയൊരു സാഫല്യവും തന്നെ ഇതെന്ന് പറയാം. വിവർത്തനം ചെയ്തൊരു പുസ്തകത്തിലേക്ക് തന്നെ വരാം. അറബിക്കിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കൃതിയാണ് ഹയ്യുബ്ന് യഖ്ലാൻ എന്ന് പറഞ്ഞുള്ള കൃതി. എന്റെ ജീവിതത്തിലെ വളരെ ധന്യമായ ഒരു അനുഭവമാണ് ഹയ്യുബ്ന് യഖ്ലാൻ
എന്നൊരു കഥ അല്ലെ നോവൽ മലയാളത്തിലൂടെ പരിചയപ്പെടുത്തിയത്. ആ ഹയ്യൂബിൻ അഖ്ലാൻ മലയാളത്തിലൂടെ പരിചയപ്പെടുത്തിയപ്പോൾ എന്നെ തേടി ഒരുപാട് വലിയ സന്തോഷങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം ഞാൻ പരിചയപ്പെടുത്തി പ്രസിദ്ധീകരിച്ചത് ഒരു പുസ്തക രൂപത്തിലല്ല, പക്ഷെ അന്ന് ഞാൻ പത്രത്തിന്റെ ഒരു വാരാന്ത്യ പേജിലായിരുന്നു അത് ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നത്. ദോഹയിലുണ്ടായിരുന്ന മുജീബ് റഹ്മാൻ കരയാടൻ അദ്ദേഹമായിരുന്നു ഇത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അത് അന്ന് വേറെയും അറബി ഭാഷയിലുള്ള കുറെ പരിഭാഷകളൊക്കെ എനിക്ക് പ്രസിദ്ധീകരിച്ചു. പക്ഷെ ഇത് പരിഭാഷപ്പെടുത്തിയപ്പോൾ ഇത് വായിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചില വിദ്യാർത്ഥികൾ ഇത് ഞങ്ങളുടെ ഗവേഷണത്തിനായി ഇതൊരു പഠന വിഷയമാക്കാൻ തീരുമാനിച്ചതായി എന്നെ അറിയിച്ചു. അപ്പോൾ എനിക്ക് ആ ഒരു വലിയ സന്തോഷമായിരുന്നു. കാരണം ഞാൻ പരിചയപ്പെടുത്തിയ ഒരു പുസ്തകം ഒരു ഗവേഷണ വിഷയമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ അത് സ്വീകരിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ ഒരു നിമിഷമായിരുന്നു. അതിനുശേഷം അവരൊക്കെ ഇതൊരു ഗവേഷണ വിഷയമാക്കി തെരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രമുഖ പണ്ഡിതനും എഴുത്തുകാരനുമായ ടൊറന്റോ ഇബ്രാഹിം എന്നാണ് അറിയപ്പെടുന്നത്. ഈ അദ്ദേഹവുമായിട്ട് ഈ വിഷയം സംസാരിക്കാൻ എനിക്ക് ദോഹയിൽ നിന്നും അവസരം ലഭിച്ചു. അപ്പോൾ ഹയ്യനെ കുറിച്ചുള്ള എൻ്റെ ആ ഒരു എഴുത്ത്, ആ ഒരു പരിഭാഷ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. അദ്ദേഹവുമായി നടത്തിയ ഒരു ദീർഘമായ അഭിമുഖം മലയാള പത്രത്തിന്റെ ഒരു ആഴ്ചപ്പതിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ ഹയ്യൂബിൻ അഖ്ലാനെ പറ്റി പ്രശസ്ത ഗവേഷക സമാർ അത്താർ എഴുതിയ മികച്ച ഗവേഷണ ഗ്രന്ഥത്തെക്കുറിച്ചായിരുന്നു ഞങ്ങൾ കൂടുതൽ സമയം സംസാരിച്ചതെന്ന്. സമാർ അത്താർ ഹയ്യൂബിൻ അഖ്ലാനെ പറ്റി എഴുതിയ ഒരു പുസ്തകം ദ വിച്വൽ റൂട്ട്സ് ഓഫ് യൂറോപ്യൻ എൻലൈറ്റ്മെന്റ് ഇബ്നു തുഫൈൽസ് ഇൻഫ്ലുവൻസ് ഓൺ മോഡേൺ വെസ്റ്റേൺ തോട്ട്, ഇതാണ് ആ പുസ്തകം. അറബിയിൽ അൽ ജുസൂറുൽ ഹവിയ ലിത്തൻവീർ അൽ ഉറൂബി തഅ്സീർ ഇബ്നു തുഫൈൽ ഫിൽ ഫിക്രിൽ ഗർബി അൽ ഹദീസ്, യൂറോപ്യൻ ജ്ഞാനോദയത്തിന്റെ മർമ്മപ്രധാനമായ വേരുകൾ ആധുനിക പാശ്ചാത്യ ചിന്തയിൽ ഇബ്നു തുഫൈലിന്റെ സ്വാധീനം. ഇതായിരുന്നു അവരുടെ ഗവേഷണ ഗ്രന്ഥം. സമാർ അത്താർ പാശ്ചാത്യ ചിന്തകർക്ക് ഇബ്നു തുഫൈലിനോട് കാണിച്ച അവഗണനയെക്കുറിച്ച് ശക്തമായി പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ചാപ്റ്റർ 1 2-ാം പേജിൽ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് മർറത്ത് തിസ്അത്ത് ഖുറൂനിൻ അലാ റിവായത്തിൻ ഹയ്യൂബിൻ അഖ്ലാൻ ലാകിന്നഹാ ലം തനൽ മകാനതഹാ അൽ മുസ്തഹഖത ഫിൽ ഔസാത്തിൽ ഇൽമിയ ഇല്ലാ ഫി ബാദി ദിറാസാത്തിൽ മുസ്തശ്രിഖീൻ ربما يعود السبب في ذلك إلى صمت المفكرين الغربيين الذين استلهموا وأخذوا من نور أفكارها. അതായത് 9 നൂറ്റാണ്ടുകളേറെയായി നിലനിൽക്കുന്ന ഈ കൃതിയിൽ നിന്ന് ആശയങ്ങൾ ധാരാളമായി കടം കൊണ്ട പല പാശ്ചാത്യ ചിന്തകരും തങ്ങളുടെ കടപ്പാട് വെളിപ്പെടുത്താതെ മനഃപൂർവ്വം മൗനം പാലിക്കുകയായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ പാശ്ചാത്യ ബുദ്ധിജീവികളും ജ്ഞാനോദയ നായകരും ഇബ്നു തുഫൈലിന്റെ ഈ സ്വാധീനത്തെ ചരിത്രത്തിൽ നിന്ന് മറച്ചുവെക്കാനും തമസ്കരിക്കാനുമാണ് ശ്രമിച്ചത്. ദീർഘമായ ഗവേഷണത്തിലൂടെ സമാർ അത്താർ സമർത്ഥിക്കുന്നത് മനുഷ്യർക്ക് ആശയപരമായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ സമാധാനപൂർവ്വം സഹവർത്തിക്കാമെന്ന് കാണിച്ചു തരുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഹയ്യൂബിൻ അഖ്ലാൻ എന്നാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ 1000 ഗ്രന്ഥങ്ങൾക്ക് ജന്മം നൽകിയ ഒരൊറ്റ ഗ്രന്ഥമായിരുന്നു ഇബ്നു തുഫൈലിന്റെ ഹയ്യൂബിൻ അഖ്ലാൻ. ഈ നോവൽ ലോകത്തെ പ്രമുഖ എഴുത്തുകാരെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സ് യൂറോപ്പിലെ ജ്ഞാനോദയ കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ റോബിൻസൺ ക്രൂസോ എഴുതാൻ ഡാനിയൽ ഡിഫോയ്ക്ക് പ്രചോദനമായത് വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ ബെസ്റ്റ് സെല്ലറായ ഹയ്യൂബിൻ അഖ്ലാൻ ആയിരുന്നു. അത് മാത്രമല്ല, യുക്തിചിന്തയുടെ പിതാവായ റെനെ ഡെക്കോർട്ട് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്ന് പ്രഖ്യാപിച്ചപ്പോഴും ഫ്രാൻസിസ് ബക്കന്റെ ന്യൂ അറ്റ്ലാന്റിസ് എന്ന നോവൽ എഴുതിയപ്പോഴും അവർ യഥാർത്ഥത്തിൽ ഇബ്നു തുഫൈലിന്റെ ചിന്തകളെ സാംശീകരിക്കുകയായിരുന്നു. മിൽട്ടൺ, റൂസോ, വോൾട്ടയർ തുടങ്ങിയ പ്രഗത്ഭരെല്ലാം ഈ സ്വാധീന വലയത്തിൽപ്പെട്ടവരായിരുന്നു. യൂറോപ്യനും അതുപോലെ ഇംഗ്ലീഷുകാരിലൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു പുസ്തകമായിരുന്നു ഇബ്നു തുഫൈലിന്റെ ഹയ്യൂബിൻ അഖ്ലാൻ. ഈ ഹയ്യൂബിൻ അഖ്ലാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു? മലയാളത്തിലേക്ക് പരിചയപ്പെടുത്തി. അപ്പോൾ അതാണല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാർത്ഥികളൊക്കെ വായിച്ചതിന് ശേഷം അതിനെപ്പറ്റി പഠിക്കാമെന്നുള്ള എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിരുന്നത്. അത് ഒരു വലിയൊരു സന്തോഷമായിരുന്നു. അപ്പൊ അതുപോലെ ഈ ഹയ്യൂബിൻ അഖ്ലാൻ ഞാൻ അറബിയിൽ ഇപ്പം എഴുതിയ അൽറായുടെ മാഗസിനിൽ ഹയ്യൂബിൻ അഖ്ലാൻ കിതാബുൻ അദ്ദാ ഇല അൽഫി കിതാബ് എന്നൊരു ഹെഡിങ്ങിൽ ഞാനൊരു ലേഖനം എഴുതി. അപ്പൊ ആ ലേഖനം വായിച്ചിട്ട് അറബികളായ കുറെ വായനക്കാർ എന്നെ നേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പോ അറബി ലേഖനം കണ്ട അറബി വായനക്കാർ എന്നെ വിളിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമാണ്. കാരണം ആ പുസ്തകത്തിന്റെ പ്രാധാന്യമായിരിക്കാം, അതുകൊണ്ടാണ് അവര് വിളിച്ചതും ചോദിച്ചതും. അപ്പോൾ അധികം ആളും പരിചയപ്പെടുത്താതെ ഒരു പുസ്തകമായിരുന്നു ഈ ഹയ്യൂബിൻ അഖ്ലാൻ. ഇപ്പോ പല അറബിക് പുസ്തകങ്ങളും ഒക്കെ തന്നെ നിരൂപണം ചെയ്തിട്ടുണ്ട്, വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആ കൂടുതൽ ആധുനിക അറബ് എഴുത്തുകാരിയായിട്ടുള്ള ഹനാൻ ബദീന്റെ മഖാലിബ് ഇമ്ര എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ നിരൂപണം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരും അപ്രിസിയേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും. ഞാൻ അറബിയിൽ ഒരു മനോഹരമായ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതി ഈ ഹനാൻ ബദീന്റെ മഖാലിബ് ഇമ്ര, അഥവാ ഒരു സ്ത്രീ
സ്ത്രീയുടെ നഖങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. മഹാലിബ് സ്ത്രീയുടെ നഖങ്ങൾ. ഈ തലക്കെട്ടിലെ നഖങ്ങൾ എന്നത് മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള ചിഹ്നമല്ല, മറിച്ച് പ്രതിരോധത്തിന്റെയും ഉള്ളിൽ തകർന്നു പോകാതിരിക്കാനുള്ള ആത്മസംരക്ഷണത്തിന്റെയും പ്രതീകമാണ്. ഈ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ ഇതിന് ഒരു സ്ത്രീയുടെ നഖങ്ങൾ എന്ന പേര് നൽകിയത് എന്താണ്? ഞാൻ ഒരുപാട് ചിന്തിച്ചു. കാരണം സാധാരണ മഹാലിബിമ്ര സ്ത്രീയുടെ നഖങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ ഈ തലക്കെട്ടിലൂടെ എഴുത്തുകാരി എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് പൂർണ്ണമായി മനസ്സിലായി. ഞാൻ മനസ്സിലാക്കിയത് ഈ തലക്കെട്ടിലെ നഖങ്ങൾ എന്ന പ്രതീകത്തിന് രണ്ട് വിരുദ്ധ അർത്ഥങ്ങളുണ്ടെന്നാണ്. ഒന്നാമത് സ്ത്രീയുടെ സ്വയം രക്ഷയുടെ പ്രതീകം, രണ്ടാമത് അവളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന സമൂഹത്തിന്റെ ക്രൂരതയുടെ പ്രതീകം. 15 കഥകളാണ് മഹാലിബിമ്ര എന്ന് പറയുന്ന പുസ്തകത്തിൽ ഹനാൻ ബദിയ എഴുതിയിരിക്കുന്നത്. അത് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കഥ എന്ന് പറയുന്നത് ഒന്ന് സക്തത്തുൽ കൽബിയ, അതുപോലെ കുവ്വത്തുൽ മസാ എന്ന് പറയുന്ന ഈ 2 കഥകൾ. ഈ സക്തത്തുൽ കൽബിയ എന്ന കഥയിൽ ഈ നഖങ്ങൾ സമൂഹത്തിന്റെ ക്രൂരമായ വാക്കുകളായിട്ടാണ് വരുന്നത്. സക്തത്തുൽ കൽബിയ എന്ന കഥയിൽ സമാറ എന്ന കലാകാരിയുടെ ജീവിതം വായനക്കാരുടെ ഉള്ളുലയിക്കുന്ന ഒന്നാണ്. താൻ ജീവനേക്കാൾ സ്നേഹിച്ച, തന്റെ കല സമർപ്പിച്ച ജനങ്ങൾ തന്നെ തനിക്കെതിരെ തിരിയുന്നതും സമാറ ഇനി വിരമിക്കണമെന്ന ക്രൂരമായ പത്രവാർത്ത വായിക്കേണ്ടി വരുന്നതുമായ ഒരു നിമിഷമുണ്ട് ഈ പുസ്തകത്തിൽ. ആ വാക്കുകൾ കേവലം അക്ഷരങ്ങളായിരുന്നില്ല, അവളുടെ ഹൃദയത്തെ ജീവനോടെ കീറിമുറിച്ച മൂർച്ചയുള്ള നഖങ്ങളായിരുന്നു അത്. ആ വാർത്തക്ക് മുന്നിലിരുന്ന് ചോരവാർന്നു പോകുന്ന മനസ്സോടെ സമാറ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ലിമാദ യസ്തഅജിലുന്നാസ് ഖത്ഫൽ വർദതി വഹിയ ലാ തസാലു ജമീലതൻ വലിമാദ യുതവഖഉ മിൻഹാ അൻ തസ്ബുല ഖബ്ല അവാനിഹാ ലിമാദ യഫ്അലു ബഅദുൽ ബശരി ദാലിക ലിമാദ യഫ്അലൂൻ. ഒരു പുഷ്പം അതിന്റെ പൂർണ്ണ സൗന്ദര്യത്തോടെ വിടർന്നു നിൽക്കുമ്പോൾ തന്നെ ആളുകൾ എന്തുകൊണ്ടാണ് അതിനെ തല്ലിക്കൊഴിക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് നേരത്തെ വാടിപ്പോകണമെന്ന് അവർ ശാഠ്യം പിടിക്കുന്നത്? മനുഷ്യൻ എത്ര വേഗത്തിലാണ് മറ്റൊരാളെ തള്ളിപ്പറയുന്നതെന്ന് ഓർത്ത് അവൾ വിതുമ്പുമ്പോൾ ഏതൊരു വായനക്കാരന്റെയും കണ്ണ് നിറയും. ചിലപ്പോൾ ഖഡാരയെക്കാളും തോക്കുകളെക്കാളും വേഗത്തിൽ മനുഷ്യനെ കൊന്നുകളയുന്നത് നമ്മൾ എറിയുന്ന വാക്കുകളെന്ന വിഷപ്പാമ്പുകളാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ വാക്കുകളേറ്റ് സമാറയുടെ ഉള്ളിലെ കലാകാരി അവിടെ മരിക്കുകയായിരുന്നു. പക്ഷേ ഈ കഠിനമായ നൊമ്പരങ്ങൾക്കിടയിലും ഹനാൻ ബദിയ നൽകുന്ന മറ്റൊരു സന്ദേശമുണ്ട്. സ്ത്രീ എന്നത് വെറും ഒരു ഇരയല്ല. ലോകം അവളെ മുറിവേൽപ്പിക്കുമ്പോൾ ഒടുങ്ങാത്ത ആത്മസംഘർഷങ്ങളിലൂടെയും ചിലപ്പോൾ കനത്ത നിശബ്ദതയിലൂടെയും മറ്റു ചിലപ്പോൾ അഭിമാനത്തോടുള്ള പിന്മാറ്റത്തിലൂടെയും സ്വന്തം ആത്മാവിനെ സംരക്ഷിക്കാൻ അവൾക്ക് കഴിയും. ആ തകർച്ചകളിൽ നിന്നാണ് അവൾ തന്റെ ആന്തരികമായ കരുത്ത് വീണ്ടെടുക്കുന്നത്. ഈ ഒരു വലിയ ദാർശനിക വശം എന്റെ അറബിക് നിരൂപണത്തിലൂടെ അറബ് വായനക്കാർക്കിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അറബി ഭാഷയിൽ ആദ്യത്തെ നോബൽ സമ്മാനം നേടിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഇതുപോലെ നിരൂപണം ചെയ്തിട്ടുണ്ടായിരുന്നു. അറബി സാഹിത്യത്തിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയത് മഹാനായ എഴുത്തുകാരൻ നജീബ് മഹ്ഫൂസ് ആണ്. അദ്ദേഹത്തിന്റെ സുലാസിയാത്ത് 3 പുസ്തകങ്ങൾക്കാണ് അന്ന് നോബൽ സമ്മാനം ലഭിച്ചത്. അത് 3 പുസ്തകം എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈനൽ ഖസ്റൈൻ, ഖസ്ർ ഷൗഖ്, അസക്കരിയ, ഈ 3 പുസ്തകങ്ങൾ. അപ്പൊ ഈ 3 നോവലുകളുടെ സമാഹാരത്തിനാണ് അന്ന് അംഗീകാരം ലഭിച്ചത്. അതിൽ ആദ്യത്തെ ഏറ്റവും മനോഹരമായ ഒരു നോവൽ, അത് ഞാൻ ഈയിടെയായിട്ട് വീണ്ടും, ഞാൻ മുമ്പ് വായിച്ചിരുന്നു, പക്ഷെ ഒരു പുനർവായന എന്ന നിലയ്ക്ക് ഈ ബൈനൽ ഖസ്റൈൻ എന്ന് പറയുന്ന ആ പുസ്തകം ഈയിടെ ഒരു പുനർവായന നടത്തുകയുണ്ടായി. അപ്പൊ ഇതിലെ കഥാപാത്രങ്ങളിലേക്ക് ആഴത്തിലിറങ്ങുമ്പോൾ നമ്മുടെ കേരളത്തിലെ പഴയ തറവാട്ട് പാശ്ചാത്തലങ്ങളെയും അതുപോലെ കുടുംബമഹികങ്ങൾ പറയുന്ന ക്ലാസിക് നോവലുകളും പോലെ വലിയൊരു വായനാസുഖമാണ് ഇത് നൽകുന്നത്. ഇതിലെ കേന്ദ്ര കഥാപാത്രം അഹമ്മദ് അബ്ദുൽ ജവാദ് എന്ന് പറയുന്ന ഗൃഹനാഥനാണ്. വീടിന് പുറത്ത് വളരെ ആഡംബരത്തോടെയും സൗഹൃദത്തോടെയും ജീവിക്കുന്നു, എന്നാൽ വീടിനകത്ത് കടുത്ത അച്ചടക്കവും കാർക്കശ്യവും പുലർത്തുന്ന ഒരു വ്യക്തിത്വം. ഇതാണ് അതിലെ കേന്ദ്ര കഥാപാത്രമായ ജവാദ്. അദ്ദേഹത്തിന്റെ ഭാര്യയായ ആമിന എന്ന സ്നേഹനിധിയായ ഉമ്മയും അവരുടെ മക്കളായ യാസീൻ, ഫഹ്മി, കമാൽ എന്നീ ആൺമക്കളും ആയിഷ, ഖദീജ എന്നീ പെൺമക്കളും ചേരുന്നതാണ് ആ കുടുംബം. ഇതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും ജീവിതവും അവർക്കിടയിലെ ആഭ്യന്തര സംഘർഷങ്ങളുമെല്ലാം കേവലം ഒരു ഈജിപ്ഷ്യൻ പാശ്ചാത്തലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ലോകത്തെ എവിടെയുമുള്ള സാധാരണ തറവാടുകളിലും കാണാൻ കഴിയുന്ന മനുഷ്യ സഹജമായ അവസ്ഥകളാണ്. അപ്പോൾ കേവലം ഒരു കുടുംബകഥ എന്നതിനപ്പുറം ഇന്നത്തെ ഈജിപ്ഷ്യൻ വിപ്ലവത്തെയും സ്വാതന്ത്ര്യ സമരത്തെയും രാഷ്ട്രീയത്തെയും എല്ലാം വളരെ മനോഹരമായി ഈ നോവൽ സംയോജിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മുമ്പ് വായിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ വായിക്കുമ്പോൾ അത് ലഭിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടും ഒരു നോബൽ സമ്മാനത്തിന് അർഹമായ ഒരു പുസ്തകം തന്നെയായിരുന്നു ഈ ബൈനൽ ഖസ്റൈൻ. ഇപ്പം മലബാർ
മലബാറും അറബ് ലോകവും, അതായത് പായ്ക്കപ്പലുകളുടെ ഓർമ്മകളാണ് ഇന്ത്യയും അറബ് ലോകവും, പ്രത്യേകിച്ച് നമ്മുടെ മലബാറും അറബ് സംസ്കാരവും തമ്മിലുള്ള ഒരു സാംസ്കാരിക കച്ചവട ബന്ധത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ലേഖനമാണ് എഴുതിയിട്ടുണ്ട്. അതെ, ഇന്ത്യയും അറബ് ലോകവും പ്രത്യേകിച്ച് നമ്മുടെ മലബാർ അറബ് സംസ്കാരവും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരിക കച്ചവട ബന്ധത്തെക്കുറിച്ച്, അതുപോലെ കടലിന്റെ സംഗീതത്തെ പറ്റിയായിരുന്നു അതിലെഴുതിയിരുന്നത്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും കടൽ വഴിയുള്ള സമ്പർക്കവും കൊണ്ട് പുരാതന കാലം മുതലേ നിലനിന്നിരുന്ന ആ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കാൻ പ്രശസ്ത പൗരാണിക അറബി കവി ഉംറുൽ ഖൈസിന്റെ വരികൾ മാത്രം മതിയാകും. മലബാറിലെ കുരുമുളകിനെ കുറിച്ച് തന്റെ കവിതയിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ മലബാറിലുള്ള നമ്മൾ കറുത്ത പൊന്നു എന്നറിയപ്പെടുന്ന കുരുമുളകിനെ പറ്റിയിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ അറബ് കവി എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ അറബി കവിയായ ഉംറുൽ ഖൈസ്, അത് കവിത ഇങ്ങനെയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കവിതയാണ്. നറാബാറൽ ആറാമി ഫി അറസാതിഹ വഖീആനിഹ കഅന്നഹു ഹബ്ബു ഫുൽഫുലി. അത് വിജനമായ താഴ്വരകളിൽ മാൻകൂട്ടങ്ങൾ ഇട്ടുപോയ കാഷ്ടം ചിതറിക്കൊടുക്കുന്നത് കാണുമ്പോൾ അത് കറുത്ത കുരുമുളക് മണികൾ വിതറിയിട്ടിരിക്കുന്നത് പോലെ തോന്നിപ്പോകുന്നു. അപ്പോൾ കടൽ ഒരിക്കലും മനുഷ്യരെ വേർതിരിക്കുന്ന തടസ്സമായിരുന്നില്ല, മറിച്ച് അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിശാലമായ പാതയായിരുന്നു എന്നതിന്റെ തെളിവാണിത്. കാലത്ത് കടലിൽ സഞ്ചരിച്ചിരുന്ന പായക്കപ്പലുകൾ കേവലം യാത്രാമാർഗങ്ങളായിരുന്നില്ല, മറിച്ച് സംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച പാലങ്ങളായിരുന്നു. ഇബ്നു ബത്തൂത്തയെ പോലുള്ള മഹത്തുക്കളായ സഞ്ചാരികൾ ഈ യാത്രകളെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു ലോഗോ കണ്ടപ്പോൾ അതിന്റെ സെൻട്രൽ ഒരു പായക്കപ്പലുണ്ടായിരുന്നു. ആ ഒരു പായക്കപ്പലിനെ കണ്ടതിന് ശേഷമാണ് എഴുതിയത്. ഇന്ന് നാം ഒരു ലോഗോയിലോ അല്ലെ ഡിസൈനിലോ ഒരു പായക്കപ്പലിന്റെ ചിത്രം കാണുമ്പോൾ അത് വെറും ഒരു മനോഹര രൂപം മാത്രമല്ല, മറിച്ച് മാനുഷികവും സാംസ്കാരികവുമായ വിനിമയത്തിന്റെ ഒരു നീണ്ട ചരിത്രമാണ്. അത് നമ്മുടെ പ്രവാസത്തിന്റെ ആദ്യ നാളുകളെയും ജനതകളെ ഒന്നിപ്പിച്ച സമുദ്രപാതകളെയും സൂചിപ്പിക്കുന്നു. ഒരു ലോകയുടെ മധ്യത്തിൽ കണ്ട പായക്കപ്പലിനെ ഇതിവൃത്തമാക്കിയായിരുന്നു ഞാൻ ആ ലേഖനം എഴുതിയത്. ഈ സമുദ്രയാത്രകളുടെ ചരിത്രം പറയുമ്പോൾ എന്നെ ഖത്തറിലെ എഴുത്തു ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പ്രശസ്ത എഴുത്തുകാരി ദഹ്റ അൽ സയ്യിദിന്റെ അപൂർവ ഗ്രന്ഥത്തെക്കുറിച്ച് പറയാതെ എനിക്ക് ഈ ആമുഖം അവസാനിപ്പിക്കാൻ കഴിയില്ല. അതായത് അൽ ഫന്നുൽ ബഹരി ഫി ഖിലാൽ അശ്രിയ എന്ന പുസ്തകം ഈ ദഹ്റ സയ്യിദ് എഴുതിയത്. അത് കടലിന്റെ പാട്ടിനെ പറ്റിയും അതുപോലെ കടൽ യാത്രയെ പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞൊരു പുസ്തകമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ സാഗരകല വിടർന്ന പായകളുടെ നിഴലിലെ പ്രണയഗീതം എന്ന് പറയാം ആ പുസ്തകത്തിന്റെ പേര് മലയാളത്തിൽ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചരിത്രവും കടൽപ്പാട്ടുകളും ഒത്തുചേർന്ന ഒരു അപൂർവ ഗ്രന്ഥമാണിത്. കപ്പൽ ഇതില് നൗഹദ എന്ന് പറയാം. അപ്പൊ കപ്പൽ നയിക്കുന്ന നൗഹദയും അതുപോലെ കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ഖൈസും ഒക്കെ ചേരുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ കഥയാണിത്. ഇതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് നഹാം എന്നൊരു കഥാപാത്രം. നഹാം കപ്പലിലെ ഗായകന്റെ പേരാണ് നഹാം. ഈ കലാരൂപങ്ങളിൽപ്പെട്ട, അതായത് അറബി കലാരൂപങ്ങളിൽപ്പെട്ട ഒരു സമുദ്രത്തിൽ പോകുമ്പോൾ അവർ പാടുന്ന ഫജിരി, മഖ്ലൂഫി, ഹദ്ദാദി, ഇങ്ങനെ കുറെ കടൽപ്പാട്ടുകളുണ്ട്. ഈ കടൽപ്പാട്ടുകളുടെ വിവിധ രൂപങ്ങളെക്കുറിച്ച് ദഹ്റ സയ്യിദ് ഇതിൽ വിശദമായി പറയുന്നുണ്ട്. അതുപോലെ ഞാൻ ഖത്താര പരമ്പരാഗതമായി നടക്കുന്ന ഡോ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, ആ ഡോ ഫെസ്റ്റിവലിൽ പോയപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധന്മാരുടെ ഉപകരണങ്ങളൊക്കെ അവിടെ വെച്ചേ കണ്ടിരുന്നു. അപ്പോൾ ആ ഉപകരണങ്ങൾ അതുപോലെ ആ ഹൃദയസ്പർശിയായ കടൽ ഗാനങ്ങൾ നേരിട്ട് കേൾക്കാനും എനിക്ക് അവിടെ സാധിച്ചിരുന്നു. അപ്പോൾ ആ ഉപകരണങ്ങളും ആ പാട്ടും ഒക്കെ കേൾക്കുമ്പോൾ എന്റെ കാതുകളിൽ ശരിക്കും ഒഴുകിയത് ഈ സഹറയുടെ പുസ്തകത്തിൽ ഞാൻ വായിച്ചറിഞ്ഞ അതേ പായകളുടെ സംഗീതമായിരുന്നു. അപ്പോൾ ദഹ്റ അവിടെ എഴുതിയ പുസ്തകത്തിലുള്ള ഓരോ വരികളും ശരിക്കും നേരിട്ട് കാണും പോലെ ആ ദോ ഫെസ്റ്റിവലിൽ നിന്ന് അനുഭവിക്കുകയുണ്ടായി. ഒരുപാട് എഴുത്തുകാരുണ്ട്. അതിൽ ഹസൻ അലി അൻവാരിയുടെ റായ്ഹത്തുൽ കുത്തുബ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിന്റെ നിരൂപണം എഴുതിയിട്ടുണ്ട് അല്ലെ? ഹസൻ അലി അൻവാരി ഖത്തറിലൊരു എഴുത്തുകാരനാണ്. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നാരിയ, അതുപോലെ ഹിബാത്തിയ, റായ്ഹത്തുൽ കുത്തുബ്. ഈ പുസ്തകം ശരിക്ക് വായന കേവലം ഒരു വിനോദമല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തിന്റെ ആത്മാവായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. ഡോക്ടർ ഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ കുവാരിയുടെ ആമുഖത്തോടെ ആരംഭിക്കുന്ന ഈ പുസ്തകം സ്കൂൾ കാലം മുതൽ ഖത്തർ യൂണിവേഴ്സിറ്റി ലൈബ്രറി വരെയുള്ള എഴുത്തുകാരന്റെ ഓർമ്മകളുടെ മനോഹരമായ ഒരു തീർത്ഥാടനമായിരുന്നു. അദ്ദേഹം വായനശാല രണ്ടാമത്തെ ജന്മനാട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത്രത്തോളം വായന ചെറുപ്പം മുതൽ അദ്ദേഹത്തിന്റെ വായനാശീലവും അതുപോലെ വായനയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച ഒരുപാട് കാര്യങ്ങളാണ് ഈ റാഹിയത്തുൽ കുത്തുബിലൂടെ ഹസൻ അൽവാരി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതുപോലെ ഈ റാഹിയത്തുൽ കുത്തുബ് ഖത്തർ നാഷണൽ ലൈബ്രറി ഉൾപ്പെടെയുള്ള സാംസ്കാരിക ലോകം വലിയ രീതിയിൽ വരവേറ്റ ഒരു കൃതിയായിരുന്നു. വെറുമൊരു ആത്മകഥ എന്നതിനപ്പുറം പുസ്തകങ്ങളെ പ്രണയിക്കുന്ന ഏതൊരു വായനക്കാരനും തന്റെ സ്വന്തം ജീവിതം തൊട്ടറിയാൻ കഴിയുന്ന ആഴമേറിയ ഒരു ആത്മീയ യാത്രയായിരുന്നു ഹസൻ അലിയുടെ റാഹിയത്തുൽ കുത്തുബ്. ഈ അറബിക്കിലെ പുസ്തകങ്ങൾ പല ആൾക്കാരും കൂടുതൽ മനസ്സിലാക്കുന്നത് മജീദ് നാദാപുരത്തിലൂടെ തന്നെയാണ്. ഞാൻ പരിചയപ്പെടുത്തിയത് ഇപ്പൊ അറബിയിൽ ഇപ്പോൾ ഈയിടെയാണ് കൂടുതലായിട്ട് പരിചയപ്പെടുത്താൻ തുടങ്ങിയത്. അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. അവരൊക്കെ വിളിച്ചിട്ട് നല്ല
കാര്യങ്ങൾ പറയും. അതേപോലെ ഇപ്പോൾ ഇനി ഞാൻ ഒരുപാട് മരിച്ചുപോയും ജീവിച്ചിരിക്കുന്ന ഒരുപാട് എഴുത്തുകാരുണ്ടല്ലോ. ആമിന മഹമ്മൂദ് അൽ ജയ്ദ, അഹമ്മദ് മുഹമ്മദ് അൽ അബീദാൻ ഫഖറു, അല്ലാമ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ മാന, അലി ബിൻ ഖലീഫ അൽ ഇത്മി, ഫളീലത്ത് ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഇബ്രാഹിം അൽ അൻസാരി, അഷായർ മുഹമ്മദ് അൽ ഫൈഹാനി, ഇങ്ങനെ ഒരുപാട് ഖത്തറിൽ ജീവിച്ചുപോയ അബ്ദുള്ള ബിൻ തുർക്കി അസബി, അതേപോലെ മ്യൂസിക്കിന്റെ രംഗത്ത് അൽ ഫന്നാൻ അബ്ദുൽ അസീസ് നാസർ, ഇവരൊക്കെ ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുകയും അവരുടെ എഴുത്തുകളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മലയാളത്തിലേക്കും ഒക്കെ പരിചയപ്പെടുത്തുവാനുള്ള ആഗ്രഹമുണ്ട്. അതായത് ഖത്തറിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന പ്രധാന എഴുത്തുകാരെയും അതുപോലെ നോവലിസ്റ്റായാലും കഥാകൃത്തായാലും അവരുടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ മലയാളികളിലേക്കും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. അതിന് കഴിയുകയാണെങ്കിൽ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും. അറബിക് നോവല് അല്ലെങ്കിൽ ഒരു കഥ അത് കംപ്ലീറ്റ് ആയിട്ട് മലയാളത്തിലേക്ക് ഒരു പുസ്തകമാക്കാനായിട്ടുള്ള ഒരു ആലോചനയുണ്ടോ? അത് ഏതെങ്കിലും എഴുത്തുകാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് പുസ്തകമാക്കുന്നില്ല? എന്റെ പല കാര്യങ്ങളും ബ്ലോഗിൽ എഴുതിയിടും, അതേപോലെ ആനുകാലികങ്ങളില്, അതുപോലെ മാസികകളില്, പത്രങ്ങളില് ഇതൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ പുസ്തകമാക്കാനുള്ള ഒരു ചിന്ത ഇതുവരെ എല്ലാം അതിനുള്ളൊരു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പുസ്തകം നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മുടെ വായനക്കാരിലേക്ക് അത് പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാൻ കഴിയണം. അപ്പൊ അതിന്റെ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അത് എത്തുമ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് ആയിട്ടില്ല. അത് പിന്നീട് ഫ്യൂച്ചറിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ ശ്രമിക്കും. പക്ഷെ ഇപ്പോൾ ഒരു പുസ്തകമാക്കാനുള്ളൊരു പ്ലാൻ ഇല്ല. പലരും ചോദിക്കുന്നുണ്ട് പുസ്തകമാക്കിക്കൂടെ. മലയാളത്തിലെ ഏതെങ്കിലും നോവലുകളോ കഥകളോ ഇതുപോലെ അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അറബിക് ജനതയ്ക്ക് എത്തിക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു നോവൽ ഏതെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? ഒരുപാട് നോവലുകൾ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുഹിയുദ്ദീൻ ആലുവായുടെ ഒരു ഓർമ്മ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ആണ് ചെറുപ്പത്തിൽ അറബി പത്രത്തിൽ എഴുതാനുള്ള എന്റെ മനസ്സിൽ. അദ്ദേഹം എഴുതിയ ചെമ്മീൻ അറബിയിലേക്ക് മുഹിയുദ്ദീൻ ആലുവായി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ പ്രശസ്തമായ ചെറിയ ചെറിയ കഥകൾ ഇപ്പോൾ ശരിക്കും പുസ്തകം എഴുതാൻ പ്രേരണ ലഭിക്കാത്തതും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പുസ്തകം എഴുതിയാലും അല്ലെങ്കിലും ഇപ്പോൾ ഓൺലൈൻ സോഷ്യൽ മീഡിയ ഇത്രയും പ്രചാരത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ ബ്ലോഗിൽ എഴുതി അതിന്റെ ലിങ്ക് കൊടുത്താൽ തന്നെ വായനക്കാർക്ക് അത് വായിക്കാൻ പറ്റും. അതൊരു പുസ്തകത്തിലൂടെ വായിക്കണമെന്നില്ല. അപ്പൊ ഇപ്പൊ ഒരുപാട് മുമ്പൊന്നും ഇങ്ങനെ എന്താ പറയാ മാധ്യമങ്ങളില്ല. ഇപ്പം ഇഷ്ടംപോലെ മാധ്യമങ്ങളുണ്ട്. നമ്മൾ എഴുതുന്നത് ഇപ്പൊ ഫേസ്ബുക്കിലൂടെ ആയാലും അതുപോലെ ബ്ലോഗിലായാലും ആൾക്കാർക്ക് വായിക്കാൻ പറ്റും. ഇതൊരു വലിയ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറബിക് പുസ്തകങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുന്നു, അതിനെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അറബിക് ലോകത്തേക്ക് മലയാളത്തിലുള്ള പുസ്തകങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്ന ഒരാൾ കൂടി തന്നെയാണ് മജീദ് നാദാപുരം. എന്തായാലും ഒരുപാട് നന്ദി നമ്മളുടെ കൂടെ ഈ ഒരു സമയം റേഡിയോ ലൈബ്രറിയിൽ എത്തിയതിൽ. എന്റെ സാഹിത്യയാത്രയിൽ റേഡിയോ മലയാളം പോലുള്ള ഒരു മാധ്യമത്തിലൂടെ നിങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതുവരെ എന്നെ ശ്രവിച്ച നല്ലവരായ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും മജീദ് നാദാപുരമാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം വിവർത്തകനാണ്, നിരൂപകനാണ്, ഡിസൈനറാണ്. ഇപ്പോൾ അറബിക് ഭാഷയിലെ നിരവധി പുസ്തകങ്ങളാണ് അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുള്ളത്, നിരൂപണം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മലയാളത്തിലെ പല പുസ്തകങ്ങളും ഒക്കെ തന്നെ അറബിക്കിലേക്ക് ലേഖനങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് മജീദ് നാദാപുരം. അറബിക് പുസ്തകങ്ങളെ കൃത്യമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സാഹിത്യകാരനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിച്ചത് റേഡിയോ ലൈബ്രറിയിൽ. അടുത്ത ആഴ്ച മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവും മറ്റൊരു അതിഥിയുമായിട്ട് എത്തിച്ചേരാം. അതുവരെ ബൈ പറയുകയാണ് രതീഷ്.